ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തിക നിർത്തി ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു വാർത്ത നിങ്ങൾ തൊഴിൽ വാർത്ത വഴിയും ഒക്കെ പത്രമാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അറിയാൻ വയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് ഒരിക്കൽ കൂടി എടുക്കുന്നത്. ഈ കാർഷിക സർവകലാശാലയിലുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലുള്ള നിയമനങ്ങൾ നിർത്തി എന്നുള്ള പുതിയ ഉത്തരവിനെ സംബന്ധിച്ച് ഒരു വാർത്ത കാണാനിടയായി. അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികകളാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പ്രസ്തുത തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഒരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ഈ തസ്തികയെ സംബന്ധിച്ച്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയെ സംബന്ധിച്ച് കാർഷിക സർവകലാശാലകളിൽ ഓഫീസ് സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേഡർ സ്ട്രെങ്ത് പുതുക്കി നിശ്ചയിക്കുന്നതിനായിട്ടാണ് PSC വഴിയുള്ളതും അല്ലാതെയുള്ള മുഴുവൻ നിയമങ്ങളും നിർത്തിവെച്ച് പൊതുഭരണ വിഭാഗം ഉത്തരവിറക്കിയത്. ഇതിനെ സംബന്ധിച്ച് തസ്തികകൾ മരവിപ്പിച്ച് കേഡർ സ്ട്രെങ്തിന്റെ സാങ്കല്പികമായി ഉൾപ്പെടുത്തും എന്നാണ് അറിയുന്നത്. നിലവിലെ സർക്കാർ സർവകലാശാല ഉത്തരവുകൾക്കനുസരിച്ച് ഇവ അതാത് ഗ്രേഡുകളിൽ നിലനിർത്തി നിലവിലെ ജീവനക്കാരെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇവ സൂപ്പർ ന്യൂമറായി പരിഗണിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നവർ വിരമിക്കുന്നതോടെ ഈ തസ്തിക ഇല്ലാതാക്കാനാണ് തീരുമാനം. ഈ തസ്തികകൾ സർവകലാശാല സർവീസിന്റെ സ്ഥിരം സംവിധാനത്തിൽ നിന്ന് റദ്ദാക്കിയ വിവരം PSC രജിസ്ട്രാർ ഉടനടി അറിയിക്കുമെന്നാണ് ഉത്തരവിലുണ്ട്. ഇതിലേക്കുള്ള തുടർ നിയമനങ്ങൾ നിർത്തിവെക്കുന്നതായി ചട്ടപ്രകാരം വിജ്ഞാപനം ചെയ്യുകയും വേണം. എന്നാൽ ഇതിലേക്ക് നിയമനം നടത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ സമിതിയോ കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ മാത്രം താൽക്കാലിക നിയമനം നടത്താമെന്നുള്ള ആണ് ഈ ഉത്തരവിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് തസ്തിക പോലുള്ള തസ്തികകളിൽ ഓഫീസ് സംവിധാനം വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള ജോലികൾ ഇല്ലാതാവുന്ന, ഇങ്ങനെയുള്ള തസ്തികകളിൽ ആവശ്യമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അത് കരാർ അടിസ്ഥാനത്തിലെ നികത്താൻ പാടുള്ളൂ എന്ന ധനവകുപ്പിന്റെ കഴിഞ്ഞ മാർച്ച് 20 ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് കാർഷിക സർവകലാശാല നിയമനങ്ങൾ നിർത്തിവയ്ക്കുന്നത്. എന്നാൽ ധനവകുപ്പ് ഈ ഉത്തരവ് പിന്നീട് പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് കണക്കിലെടുക്കാതെയാണ് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിൽ വെട്ടിക്കുറയ്ക്കലൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോലുള്ള തസ്തികകളിലൊക്കെ തന്നെ നിയമനങ്ങൾ നിർത്തിവെക്കാനാണ് നിലവിലത്തെ കാർഷിക സർവകലാശാലയിലെ പുതിയ തീരുമാനമെന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിയുന്നു. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ ധാരാളം ഒഴിവുകൾ വരും, അങ്ങനെ പുതിയ തസ്തികകളിലൊക്കെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ ഇരുന്നാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പുതിയ നിയമനങ്ങൾ ഉണ്ടാവും, പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം ഒരു തിരിച്ചടിയാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാർത്ത ഇത് സർക്കാരിന്റെ ഉത്തരവിനെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും, സർക്കാർ ഉത്തരവ് പിൻവലിച്ചിരുന്നു എങ്കിൽ പോലും അതിന്റെ ബാക്കി അതിന്റെ ഈ ഉത്തരവ് കാർഷിക സർവകലാശാല അവരുടെ ഉത്തരവുകൾ പിൻവലിക്കാൻ അതിലൂടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.